അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഞാൻ പറയാൻ പോണത്, എല്ലാ വീട്ടിലും ഇപ്പോൾ സിഹറും കണ്ണേറും കൊണ്ട് ആൾക്കാർ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ എല്ലാവരും പറയും കണ്ണേറില്ലാത്തതാണെന്നൊക്കെ പറയുമെങ്കിലും എല്ലാവർക്കും കണ്ണേറ് നല്ലോണം ഉള്ളതാണ്. കണ്ണേറ് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്നെ കണ്ണേറ് ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും രക്ഷയായിട്ടുള്ളത് നമ്മൾ സൂറത്തുകളാണ്. കുറച്ച് സൂറത്തുകളാണ് ഇതിൽ പഠിക്കാനുള്ളത്. ഈ 2 സൂറത്തുകളെയാണ് മുഅവ്വിദത്താൻ എന്ന് പറയുന്നത്. അതായത് ഖുൽ ഔദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ ഔദു ബിറബ്ബിൻ നാസ്. അത് രണ്ടുമാണ് ഇങ്ങനെ ഈ മുഅവ്വിദത്താൻ എന്ന് പറയുന്ന സൂറത്തുകൾ. ഈ 2 സൂറത്തുകളും നന്നായി പിശാചിൽ നിന്ന് ജിന്നുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ളതാണ്. പിശാചും ജിന്നെന്ന് പറയുന്നത് ഇപ്പോൾ ഒരു കാര്യമുണ്ട്, നമ്മൾക്ക് കാണില്ല, പക്ഷേ അവർ നമ്മളെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അവരെപ്പോഴും നമ്മളെ എങ്ങനെയാണ് ഇവരെ പറ്റിക്കേണ്ടത്, അടങ്ങറാക്കേണ്ടതെന്നും ആലോചിച്ച് നടക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് വേണമെന്ന് വെച്ചാൽ ഇവരിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് നമ്മ എപ്പോഴും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് നടക്കുക. നമ്മ അള്ളാഹുവിൽ തന്നെ ഭരമേൽപ്പിച്ചുകൊണ്ട്, പടച്ചോനെ നീ എന്നെ രക്ഷിക്കണേ, എനിക്ക് നീ കാവലായി നീയാണുള്ളത്. അപ്പോൾ അള്ളാഹുവിനെ തന്നെ രക്ഷയായിട്ട് പറയാം. പിന്നെ മഗ്‌രിബാകുമ്പോൾ വീണ്ടും ഓതണം. വീണ്ടും ഇതുപോലെ തന്നെ 3 പ്രാവശ്യം ഇതേ സൂറത്ത് 3 പ്രാവശ്യം ഓതി, കൈവെള്ളയിൽ ഊതി ആകെ സകലം തുടയ്ക്കണം. അപ്പോൾ ഈ 2 സൂറയും കൂടിയിട്ട് ഞങ്ങൾ ഊത ജിന്നുകളിൽ നിന്നും പിശാചിൽ നിന്നും കണ്ണേറിൽ നിന്നും എല്ലാം രക്ഷയാണ്. ഈ പിശാചും ജിന്നുകളൊക്കെ ഇനി കണ്ണേറ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് രക്ഷയാണ്. അള്ളാഹു ഇതിൽ നിന്നൊക്കെ നമ്മളെല്ലാവരും കാത്തുരക്ഷിക്കും. പിന്നെ നമുക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ എപ്പോഴും വീട്ടിൽ കയറുമ്പോൾ ബിസ്മി ചൊല്ലിയിട്ടൊന്ന് വീട്ടിൽ കയറുക. ബിസ്മി ചൊല്ലിയിട്ട് മനസ്സിൽ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വീട്ടുകാരോട് സലാം ചൊല്ലിയിട്ട് കയറുക, വലതുകാലം വെച്ച് കയറുക. അപ്പോൾ അതങ്ങനെ കയറുക. എന്നിട്ട് പിന്നെ നമ്മൾ വാതിലടയ്ക്കുമ്പോൾ ബിസ്മില്ലാഹി വലജന, ബിസ്മില്ലാഹി ഹറജന, ബിസ്മില്ലാഹി അലൈഹി തവക്കൽന എന്നും പറഞ്ഞിട്ട് വാതിലടച്ചിട്ട് അകത്തേക്ക് കയറുക. അത് തീർച്ചയായും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആ വീട്ടിലുള്ളവരെല്ലാവരും ഇപ്പോൾ നമ്മളെ വീട്ടിലുള്ളവരെല്ലാവരും നിസ്കാരം മുഖത്തൊക്കെ ഉള്ളവരായിരിക്കണം. സംഭവം ഓരോ ശൈത്താനുകൾ ഇങ്ങനെ കൂടെ നടക്കും നമ്മുടെ. അപ്പോൾ നമ്മളെ കൂടെ നടക്കുന്ന പറയുന്നത് അള്ളാഹു തന്നെ ഒരാളുടെ ഏർപ്പാടാക്കി കൊടുക്കുന്ന പറയുന്നത്. നമ്മൾ നിസ്കാരവും ഓത്തൊന്നും ഇല്ലാത്ത ആളുകളാണെങ്കിൽ അവരെ കൂടെ ഒരു ശൈത്താനെ ഒപ്പം അങ്ങോട്ട് കൂട്ടിക്കൊടുക്കുന്നു. ആ ശൈത്താനാണ് പിന്നെ അവരെ നിയന്ത്രിക്കുന്നത്. ഇവരെ നിന്ന് പോവും. പിന്നെ ഇവരെ നിയന്ത്രണം മുഴുവൻ ആ ശൈത്താനായിരിക്കും. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ലി ഭക്ഷണം കഴിക്കുക. നല്ലോണം ബിസ്മില്ലി ഭക്ഷണം കഴിക്കുക. കയറി വരുന്നവരൊന്ന് ബിസ്മില്ലി കയറി വരാം, ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ലി ചെല്ലുക. അങ്ങനെയൊക്കെ ചെല്ലുക തന്നെ. പിശാച് പറയത്രേ, ഇനി നമുക്കിവിടെ സ്ഥാനമില്ല, നമുക്കവിടെ നിൽക്കാൻ പറ്റില്ല. അവരിത് നിസ്കരിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും ബിസ്മില്ലുന്നുണ്ട്. പിന്നെ വീട്ടിൽ കയറുമ്പോഴും ബിസ്മില്ലി. ഇപ്പോൾ ഏതാണ്ടൊക്കെ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായി. അതുകൊണ്ട് നമുക്ക് ഈ വീട്ടിൽ നിന്ന് പോകാമെന്ന് പറയുന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാവരും ചെല്ലണവരാണ്, എന്നാലും അറിയാത്തവരുണ്ടെങ്കിലും ഒന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. എന്നാലും ഇത് ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ല. അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ല. എല്ലാവരും ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ല. ഭക്ഷണം കഴിക്കുമ്പോൾ അപ്പോൾ പിശാചിന് തോന്നും, ശൈത്താന് തോന്നും, അയ്യോ വീട്ടിൽ നിന്നിട്ട് കാര്യമില്ല, ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാണ്ട് നമ്മൾ ബിസ്മില്ലാണ്ട് ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ ശൈത്താൻ നമ്മളടുത്ത് തന്നെ വന്നിരിക്കും. ശൈത്താൻ വന്നിരുന്നിട്ട് നമ്മ അറിയാണ്ട് നമ്മളെ പാത്രത്തിൽ നിന്ന് അവൻ വാരത്തിന്ന പറയുന്നത്. അവനെ അടുത്ത കൈ കൊണ്ടാ വാരത്തിന്ന. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ വലത് കൈ ഉപയോഗിച്ച് കൈ കഴുകി വന്നിട്ട് വലത് കൈ ഉപയോഗിച്ച് ബിസ്മില്ലിയിട്ട് ഭക്ഷണം കഴിക്കാം. അപ്പോൾ ഒരു വറ്റ് പോയിട്ടുണ്ടെങ്കിൽ അത് വരെ നുള്ളി എടുത്തിട്ടിട്ട് നമ്മൾ കഴിക്കണം എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെയൊക്കെ ചെയ്യാം. നിരന്തരമായി നമ്മൾ അള്ളാഹുവിനെ ഓർക്കുക. എപ്പോഴും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് നടക്കുക. നമ്മ സുബഹി കഴിഞ്ഞാലും കുറച്ച് നേരം ഓതുക. പറ്റുമ്പോൾ അസ്ർ കഴിഞ്ഞാൽ ഓതുക. അങ്ങനെ എല്ലാ നേരം ഖുർആനായിട്ടുള്ള ബന്ധമുണ്ടാക്കുക.
അത് തന്നെ ശൈത്താന് തീരെ ഇഷ്ടമല്ലാത്ത കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമ്മളെ വീട്ടിലുള്ളവർ എല്ലാവരും ഖുർആനായിട്ട് നല്ല ബന്ധമായിരിക്കും എന്ന് പറഞ്ഞില്ലേ, അത് നമ്മൾ എപ്പോഴും ഖുർആൻ ഓതുക. വീട്ടിലുള്ളവരെല്ലാവരും ഖുർആനായിട്ട് ബന്ധമുള്ളവരായിരിക്കണം. അതല്ലെങ്കിൽ തന്നെ പിശാച് അവിടെ എവിടെയും നിൽക്കാനുള്ളൊരു തന്ത്രം പ്രയോഗിക്കും. അപ്പം അത് ഇല്ലാണ്ടിരിക്കാനായിട്ട് എല്ലാവരും ഖുർആനായിട്ടുള്ളൊരു ബന്ധം ഉണ്ടാക്കുക. അപ്പോൾ തന്നെ പിശാച് അവിടെ നിന്ന് പോയിക്കോളും. പിന്നെ ആ വീട്ടിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, സൂറത്തുൽ ബക്കറ നമ്മൾ എന്നും പാരായണം ചെയ്യുക. എന്നും സൂറത്തുൽ ബക്കറ 4 പേജ് വീതം എന്നും രാവിലെ ഓതണം. അതുകൂടാണ്ട് വൈകുന്നേരം ഓതണം. വൈകുന്നേരം ലാസ്റ്റത്തെ അവസാനത്തെ പേജ് ഓതണം. അതിൽ ആമിന റസൂല് വരണം. ലില്ലാഹി മാഫി സമാവാത്തി തൊട്ട് ആമിന റസൂല് വരെ കൃത്യമായിട്ട് ഓതിരിക്കണം. അപ്പം നമ്മളെ വീട്ടിൽ കള്ളന്മാരോ പാമ്പുകളോ ഒന്നും വരില്ല. പിന്നെ അൽബക്കറ ഊതിയാലുള്ള ഗുണം എന്ന് വെച്ചാൽ പിശാചിന് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. പിശാച് ആ വീട്ടിൽ നിന്ന് ഓടിപ്പോവുക തന്നെ ചെയ്യും. അപ്പോൾ നമുക്ക് ആ വീട്ടിൽ നിന്ന് നമുക്ക് ഇതൊക്കെ അപ്പം അവിടെ നല്ലപോലെ ഖുർആൻ ഓതുക. ഈ അൽബക്കറ സൂറത്ത് ആവുന്നത് ഓതുക. ആ കാണാപ്പാഠം പഠിക്കാൻ പറ്റുന്നവരൊക്കെ കാണാപ്പാഠം പഠിക്കുക. അപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് ആലിമ്രാൻ പറ്റുമെങ്കിൽ ആലിമ്രാനും പഠിക്കുക. അപ്പം ഇതൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ പറയാനുള്ളൊരു കാര്യം, രാത്രി ആയിക്കഴിഞ്ഞാൽ, സന്ധ്യ ആയിക്കഴിഞ്ഞാൽ വാതിലുകളും ജനലുകളും ഒക്കെ അടച്ചിടണം. എല്ലാ വാതിലുകളും ജനലുകളും എല്ലാം അടച്ചിടണം. എത്ര ചൂട് വന്നാലും ശരി നിങ്ങൾ തുറന്നിടരുത്. അടച്ച് ഭദ്രാക്കാൻ അള്ളാഹു പറഞ്ഞേക്കണം. പിന്നെ അടച്ചിടുക. പിന്നെ രാത്രി ആയാൽ ചെറിയ മക്കളെ പുറത്തേക്ക് ഇറങ്ങാനും പറ്റില്ല. ചെറിയ മക്കളൊക്കെ പുറത്തേക്ക് ഇറക്കിയാൽ അവർക്ക് എന്തെങ്കിലും പിശാചിൻ്റെ ദുർബോധനം ഉണ്ടാവും. അപ്പോൾ കുറച്ച് നേരത്തേക്ക് അങ്ങനെ വിടരുത്. പിന്നെ വാതിലടയ്ക്കുമ്പോൾ ബിസ്മില്ലി വാതിലടയ്ക്കണം. അതുപോലെ ലൈറ്റൊക്കെ ഓഫാക്കുമ്പോൾ ഒരു കാര്യം ചെയ്യും, ബിസ്മി എല്ലണം. അങ്ങനെ എല്ലാത്തിലും ബിസ്മി മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ചെയ്യുക. എല്ലാത്തിലും ഇപ്പോൾ നമ്മൾ വന്നിട്ട് പാത്രത്തിൻ്റെ ഒരു വെള്ളപ്പാത്രത്തിൻ്റെയോ എന്തെങ്കിലും പാത്രത്തിൻ്റെ മൂടി തുറക്കുമ്പോൾ അടയ്ക്കുമ്പോഴൊക്കെ ബിസ്മി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുക. നമ്മൾ എപ്പോഴായാലും ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ ഇതൊക്കെ ചെയ്താൽ നമുക്ക് അള്ളാഹുവിൻ്റെ കാവലുണ്ടാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാം കഴിഞ്ഞാൽ എല്ലാവരും 3 പ്രാവശ്യം ചെറിയ സൂറത്തുകളായ കുൽ ഹുവല്ലാഹു അഹദ്, പിന്നെ കുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, പിന്നെ കുൽ അഊദു ബിറബ്ബിൻ നാസ്, അത് 3 പ്രാവശ്യം ഊതണം. നല്ലോണം തലയിൽ മേലൊക്കെ തടവണം. പിന്നെ അതുപോലെ തന്നെ അൽബക്കറ സൂറത്ത് വീട്ടിൽ പതിവാക്കണം. രാവിലെയും രാത്രിയിലും ഒക്കെ ഓതണം. അപ്പോൾ നമ്മൾ ഓതുന്ന കൂട്ടത്തിൽ ഈ അൽബക്കറ സൂറത്തും ഈ സൂറത്ത് 3 പ്രാവശ്യം നമ്മൾ രാവിലെയും വൈകുന്നേരം ഓതണം. പിന്നെ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം ഓരോ തവണ ഓതണം. എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം ഓരോ തവണ ഓതി തുടയ്ക്കുക. അപ്പോൾ അള്ളാഹുവിൻ്റെ രക്ഷ ഉണ്ടാവും. അപ്പോൾ നമുക്ക് പേടിക്കുക വേണ്ട. സിഹർ ഉണ്ടാവില്ല, കണ്ണീർ ഉണ്ടാവില്ല. ഇൻഷാ അള്ളാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.